വർണ്ണിന പിതരൗ നിസ്വൗ യദി ദേശസഭാസ്വയം ബ്രഹ്മചര്യവ്രതം സമ്യക് അവശ്യം തസ്യ നിർവഹേത്. വർണ്ണിയുടെ ബ്രഹ്മചാരിയുടെ പിതരൗ മാതാപിതാക്കൾ യദി നിസ്സൗ നിർധനന്മാരാണെങ്കിൽ, എല്ലാവരും വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിക്കുന്നവരല്ലല്ലോ. ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ സ്ഥിതിയിൽ നിർധനരായിട്ടുള്ള ഒട്ടേറെ മാതാപിതാക്കന്മാരുണ്ടാകാം. അവരുടെ കാര്യം എങ്ങനെയാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ കുട്ടികളെ സംബന്ധിച്ച്? യദി നിസ്സൗ നിർധനരാണെങ്കിൽ അവർ ദേശസഭാസ്വയം, ദേശസഭ തന്നെ, ഓരോ ദേശത്തിലും ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ഗുണകരമായി പ്രവർത്തിക്കുന്ന സഭകളുണ്ടെങ്കിൽ തസ്യ അവൻ്റെ ബ്രഹ്മചര്യവ്രതം വിദ്യാഭ്യാസകാലം സമ്യക്ക് നല്ലവണ്ണം അവശ്യം നിർവഹേത് നിശ്ചയമായിട്ട് നിർവഹിക്കണം. അതായത് ഒരു കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ അച്ഛനമ്മമാർക്ക് വേണ്ടത്ര സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ നാട്ടിലെ നല്ല സഭകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കണം എന്നാണ് ഗുരു പറയുന്നത്. ഒരു കുഞ്ഞിൻ്റെയും വിദ്യാഭ്യാസം സമ്പത്തില്ലാത്തതിൻ്റെ കാരണത്താൽ നിലച്ചു പോകാൻ പാടില്ല. ഒരു അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് വേണ്ടത്ര പോഷക ആഹാരം കിട്ടുന്നില്ലെങ്കിൽ ആ നാട്ടിലെ ഏതെങ്കിലും സഭകൾ അത് ചെയ്തു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ വിദ്യാഭ്യാസ കാലഘട്ടം വരെയുള്ള എല്ലാം പൊതുജനങ്ങളുടെ കൂടിയ ഒരു ആവശ്യമാണ്. അത് അച്ഛൻ്റെയും അമ്മയുടെയും മാത്രം ഉത്തരവാദിത്തമല്ല എന്ന് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ കുടുംബം മാത്രമാണ്, നമ്മളുടെ കുട്ടികൾ മാത്രമാണ് നമുക്കുള്ളൂ, മറ്റുള്ളവരെല്ലാം എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ആ ആറ്റിറ്റ്യൂഡിൽ നിന്നൊക്കെ മാറിയിട്ട് കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റേതാണ് എന്ന് ഗുരു പറയുന്നു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആ സമൂഹത്തിനുള്ളതാണ്. ഒരു നല്ല കുഞ്ഞാണ് പിന്നീട് ഒരു നല്ല പൗരനും നല്ല മനുഷ്യനുമായിട്ട് മാറുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ സുസ്ഥിതിയിൽ കുഞ്ഞുങ്ങളുടെ വളർച്ച വഹിക്കുന്ന പങ്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. കുഞ്ഞുങ്ങൾ വേണ്ട വിധത്തിൽ സജ്ജന സംസ്കാരമില്ലാതെ വളർന്നു വരികയാണെങ്കിൽ അവർക്ക് ഇന്നത്തെ പരിതസ്ഥിതിയിൽ തീവ്രവാദികൾ വരെ ആകാൻ കഴിയും. കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വേണ്ടത്ര ശ്രദ്ധ ആചാര്യനും മാതാപിതാക്കൾക്കും ഉണ്ടാകാതെ വരികയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ റാഞ്ചിയെടുക്കാനായിട്ട് ധാരാളം ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതായത് ഈ സമൂഹത്തിൽ രണ്ടു തരം ശക്തികൾ ഒരേ സമയം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വിഘടനവാദവും ശിഥിലീകരണവാദവും തീവ്രവാദവും ഒക്കെ ഒരു ഭാഗത്ത് ചില ആളുകളുടെ സ്ഥാപിത താല്പര്യങ്ങൾ വളർത്തിയെടുക്കാനും അവരുടെ സാമ്പത്തികമായ നേട്ടങ്ങൾക്കും വേണ്ടി വിധ്വംസക പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിനൊക്കെ ഇരകളായിട്ട് ഈ കുട്ടികൾ മാറും. കഞ്ചാവ്, മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ശക്തികൾ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഒരു സമൂഹത്തിൽ നല്ല ഒരു സഭയുണ്ടെങ്കിൽ ആ സഭ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കണം. അച്ഛനും അമ്മയ്ക്കും അത് വേണ്ടത്ര കഴിയുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ, കേരളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട സാമ്പത്തിക സാമൂഹിക അന്തരീക്ഷമുള്ള
നാട് ആണ്. പക്ഷെ കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബീഹാർ, ഒറീസ, ആന്ധ്രാപ്രദേശ് ഇവിടെയൊക്കെ ഗ്രാമങ്ങളിലേക്ക് കടക്കുമ്പോൾ നിർധനരായിട്ടുള്ള അച്ഛനമ്മമാർ ധാരാളമുണ്ട്. രാവിലെ പണിക്ക് വേണ്ടി പോകും അച്ഛനും അമ്മയും. കുട്ടികൾ വീട്ടിൽ എവിടെയെങ്കിലും കിടക്കും. അവരെ വളർത്തുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. വിദ്യാലയത്തിൽ പറഞ്ഞയക്കിയില്ല. അവരെ വിദ്യാലയത്തിൽ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ മൂത്ത കുട്ടിക്ക് താഴെ 4-5 കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ നോക്കണം. അപ്പോൾ മൂത്ത കുട്ടിയുടെ ഉത്തരവാദിത്വമാണ് ബാക്കി കുട്ടികളെയൊക്കെ നോക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ വിദ്യാഭ്യാസം ലഭിക്കാതെ ഒരു ബാല്യം നഷ്ടപ്പെടുകയാണെങ്കിൽ ആ കുഞ്ഞ് കാലക്രമത്തിൽ ഒരു നാടിനും ഒരു ലോകത്തിനും സംസ്കാരത്തിനും തന്നെ വലിയ ദോഷം വരുത്തി വയ്ക്കുന്ന ഒരു കുഞ്ഞായിട്ട് തീരും. അതുകൊണ്ട് അവർക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട വിദ്യാഭ്യാസം കിട്ടണം. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു സമൂഹത്തിൽ നല്ല സഭകളുണ്ടെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഉത്തരവാദിത്വം അവർ വഹിക്കണം എന്ന് പറയുന്നത്.